നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ചധികം പ്രായമായ ആളുകൾക്കും എന്ന 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ആളുകൾക്കൊക്കെ എഴുതാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷയായിരുന്നു, ഒരു ജനപ്രിയ പരീക്ഷയായിരുന്നു RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പരീക്ഷകൾ എന്ന് പറയുന്നത്. അതിന്റെ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് അത്യാവശ്യം ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആളുകളും എഴുതിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷയാണ് RPFന്റെ കോൺസ്റ്റബിൾ പരീക്ഷ. അതുപോലെ തന്നെ RPFന് സബ് ഇൻസ്പെക്ടർ പരീക്ഷയും എല്ലാ ഇടയ്ക്കിടയ്ക്കായിട്ട് നടക്കാറുണ്ടായിരുന്നു. നടത്തിക്കൊണ്ടിരുന്നത് റെയിൽവേ ആയിരുന്നു. റെയിൽവേ RRB ആണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടു. നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പരീക്ഷകൾ നടത്തുന്നത് RRB ആയിരിക്കില്ല. RPFന്റെ 41ാമത്തെ സ്ഥാപന വാർഷികമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. പകരം ഇനി മുതൽ RPFന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും, RPF പരീക്ഷകൾക്ക് മാത്രമായിട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ആ മാറ്റങ്ങൾ ഈ പറയുന്ന കുട്ടികൾക്ക് പോസിറ്റീവ് ആണോ, ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾക്ക് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പറയട്ടെ, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട യൂണിഫോം ജോലികൾക്ക് വേണ്ടി, അതായത് ആംഡ് ഫോഴ്സസ് പോലുള്ള അല്ലെങ്കിൽ യൂണിഫോം ആഗ്രഹിക്കുന്ന പോലീസ് ഫോഴ്സസിലേക്കുള്ള പരീക്ഷകൾക്ക് വേണ്ടി കോച്ചിങ് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. എന്ന് പറഞ്ഞാൽ തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കണ്ടന്റുകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. നിലവിൽ നമ്മൾ SSC GD, SSC CPO പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ RPFനെ പറ്റിയും പറയേണ്ടത് ആവശ്യമായതുകൊണ്ടാണ്, വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതില് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് RPFന് എന്ത് മാറ്റമാണ് ഉണ്ടായെന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേപ്പർ കട്ടിങ് ഞാൻ കാണിച്ചു തരാം. ആ പേപ്പർ കട്ടിങ്ങിൽ ഇങ്ങനെയാണ് പറയുന്നത്: RPF റിക്രൂട്ട്മെന്റ് ടു ബി ഹെൽഡ് ആനുവലി ബൈ SSC. അതായത് റെയിൽവേയിൽ നിന്നും ഈ പരീക്ഷ നടത്താനുള്ള ഉത്തരവാദിത്വം SSCക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. അത് എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് അതിലുള്ള പോസിറ്റീവ് സൈഡുകൾ എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് ഓരോന്നോരോന്നായി നമുക്ക് പറഞ്ഞു പോവാം അല്ലെ. അപ്പൊ അതിൽ ആദ്യം തന്നെ നിങ്ങൾ ആ ഹെഡ്ലൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, RPF റിക്രൂട്ട്മെന്റ് ടു ബി കണ്ടക്ടഡ് ആനുവലി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും എന്ത് ചെയ്യാൻ പോവാണ്, ഇനി RPF പരീക്ഷകൾ നടക്കാൻ പോവാണ്. അത് തന്നെ വലിയൊരു പോസിറ്റീവ് കാര്യമാണ്. കാരണം റെയിൽവേ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് 4 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ഒക്കെയാണ് ഈ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം 3 വർഷം കൂടുമ്പോൾ ബൾക്കായി കുറച്ച് ആൾക്കാർ ചെല്ലുകയാണ്. അപ്പൊ അവരെ ട്രെയിൻ ചെയ്യാൻ അതിനേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ പ്രോപ്പറായി ട്രെയിനിങ് നടക്കാതെയൊക്കെ തന്നെയാണ് ഇതുവരെ പോയിരുന്നതെങ്കിൽ എല്ലാ വർഷവും നടക്കുന്ന സമയത്ത് എല്ലാ വർഷവും ആവശ്യമായ വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടുകയും കൃത്യമായി ട്രെയിനിങ്ങുകൾ നടക്കുകയും ചെയ്യും. നമ്മൾ ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൽ അടക്കമുള്ള മാറ്റങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഡ്രോൺ ട്രെയിനിങ്, അതായത് ഡ്രോൺ പറത്താനുള്ള ട്രെയിനിങ് വരെ ഇനി മുതൽ കൊടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിലൊരു മാറ്റം അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഈ പരീക്ഷ നടക്കാൻ പോകുന്നു. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ വർഷവും നമുക്ക് പുതിയൊരു അവസരം തുറന്നു വരികയാണ്. യൂണിഫോം ലവേഴ്സ് ആയിട്ടുള്ള, യൂണിഫോം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പുതിയ അവസരം, ഒരു പുത്തൻ അവസരം എല്ലാ വർഷവും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഈ നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും എന്നാന്നുള്ളതും ആക്ച്വലി നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ന്യൂസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒഫീഷ്യലി RPF പുറത്തുവിട്ട വാർത്തയല്ല. എന്നാലും ന്യൂസുകൾ നമ്മുടെ നാഷണൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ അവരെ കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇങ്ങനെയാണ്: എക്സ്പെക്ടഡ് ടു ബി റിലീസ്ഡ് ഇൻ November 2025. അതായത് November 2025, അടുത്ത മാസം നമ്മുടെ ഈ പരീക്ഷയെ ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പറയുന്നത്. അപ്പൊ SSC അടുത്ത November 25 RPF ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പുറത്തുവിടാൻ പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ SSCന്റെ മറ്റൊരു പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. SSC GDക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവംബറിൽ തന്നെയാണ് SSC GDന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ GD പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്താ പറയാ, ഡബിൾ ബെനിഫിറ്റ് ആണ്. കാരണം അവർക്ക് എന്ത് എഴുതാം, ഈ പറയുന്ന RPFനും എഴുതാം, അതുപോലെ തന്നെ SSC GD എഴുതാം. ഒരു തവണ പ്രിപ്പയർ ചെയ്താൽ മതി. ഒറ്റ പ്രിപ്പറേഷനിൽ നമുക്ക് 2 പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു അവസരമാണ് മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇനി എക്സാം നടക്കാൻ പോകുന്നത് ഏകദേശം അങ്ങനെ തന്നെയാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ എക്സാം നടക്കുമെന്നാണ് നമുക്ക് ഈ പറയുന്ന നാഷണൽ മീഡിയാസിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഒരിക്കലും ഇത് നോട്ടിഫിക്കേഷനായി വന്നതോ അല്ലെങ്കിൽ കലണ്ടറായി വന്നതോ അല്ല. പകരം ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന നാഷണൽ മീഡിയാസിൽ അവൈലബിൾ ആയിട്ടുള്ള
വാർത്ത. ഓക്കെ, ഇനി എക്സാം ഡേറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇനി മറ്റെന്തൊക്കെയാണ് പറയാനുള്ളത്? എക്സാം ഫ്രീക്വൻസി ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ. എല്ലാ വർഷവും ഇനി എന്ത് ചെയ്യാൻ പോവാണ്? പരീക്ഷ നടക്കാൻ പോവാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേക്കൻസികളെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എലിജിബിലിറ്റി. എലിജിബിലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ? അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ കോൺസ്റ്റബിൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ 10th പാസോ അല്ലെങ്കിൽ 12th പാസോ ആയാൽ മതിയാവും. 10th പാസ് ആണ് അവിടെ മാൻഡേറ്ററി ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ നിങ്ങൾ SI പരീക്ഷ എഴുതാനാണെങ്കിൽ നിങ്ങൾ അവിടെ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടാവണം. അതായത് ഡിഗ്രി പാസ് ആയിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇനി അവിടെ ഏജ് ലിമിറ്റ് മാറുമോ? ഏജ് ലിമിറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ അവിടെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോ അവിടെയും നമ്മൾ നാഷണൽ മീഡിയനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നാഷണൽ മീഡിയാസ് പറയുന്നത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ തന്നെ ആയിരിക്കും ജനറൽ കാറ്റഗറിക്ക്. അപ്പൊ OBC കാറ്റഗറി വരുമ്പോൾ ഒരു 3 വർഷം കൂടെ റിലാക്സേഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് 31 വയസ്സ് വരെ പരീക്ഷ എഴുതാൻ അവസരം ഉണ്ടാവും. ഇനി SC ST കാറ്റഗറി ആകുമ്പോൾ 5 വർഷം കൂടെ എന്നുള്ള രീതിയിലാവും. അതായത് 28ഉം 5ഉം 33 വയസ്സ് വരെ എഴുതാനുള്ള അവസരം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് കോൺസ്റ്റബിളിന്റെയും കാര്യം. പക്ഷെ കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ എഴുതി തുടങ്ങാം 28 വയസ്സ് വരെ. അപ്പൊ ഈ രീതിയിലേക്ക് എന്ത് മാറിയിട്ട് നമ്മുടെ ഏജ് ലിമിറ്റ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇനി SSC ഈ പരീക്ഷ അനൗൺസ് ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും ഡാറ്റ നോക്കിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏജ് ലിമിറ്റിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഏജ് ലിമിറ്റ് വരാനാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏജ് ലിമിറ്റിലും അതുപോലെ തന്നെ എലിജിബിലിറ്റിയിലുള്ള പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത് എഴുതാൻ ഇത്തവണ അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങാനുള്ള എല്ലാ കണ്ടന്റുകളും ഈ ചാനലിൽ അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങളല്ല, നിങ്ങളെ സുഹൃത്തുക്കളോ നിങ്ങളെ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ അവരിലേക്കും ഈ ഒരു അവസരം എത്തിച്ചു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അവസരം കൊണ്ടായിരിക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി അവർക്ക് നേടാൻ സാധിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ശരി, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. അതായത് നമ്മൾ ഈ പറയുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ള കോച്ചിങ് ദിശ അക്കാദമി കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നവംബറിൽ നടക്കാൻ പോകുന്ന പരീക്ഷയായിട്ടുള്ള SSC GDക്ക് വേണ്ടിയുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഈ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ RPF പോലുള്ള പരീക്ഷകൾക്ക്, യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഡൽഹി പോലീസ് പോലുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികളെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ കോൺഫിഡൻസോട് കൂടെ തന്നെയാണ് പറയുന്നത്, ധൈര്യമായി കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പൊ ഒരു തവണ കൂടെ പറയാണ്, SSC GD ആണ് ഇത്തവണത്തെ ഈ കോഴ്സ്. SSC GD പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തോളാം. ഓക്കെ, ഇനി അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ത് തന്നെയാണ്? വേക്കൻസി തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം എല്ലാവർക്കും ഉണ്ടായിരുന്ന സങ്കടം, കഴിഞ്ഞ വർഷം RPF പരീക്ഷയ്ക്ക് വെറും 5000 വേക്കൻസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 4500 കോൺസ്റ്റബിൾ വേക്കൻസിയും പ്ലസ് ഒരു 500 വേക്കൻസിയാണ് സബ് ഇൻസ്പെക്ടറിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഇരട്ടിയിലധികം വേക്കൻസികൾ ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി എല്ലാ വർഷവും നടക്കും അറിയാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വേക്കൻസിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ സങ്കടങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം 10000-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 9000-ലധികം വേക്കൻസികൾ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും 1000 വേക്കൻസികൾ സബ് ഇൻസ്പെക്ടർ വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ഇനിയും പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടേക്കാം, വേക്കൻസികൾ ഇൻക്രീസ് ആയേക്കാം എന്നുള്ളത് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാഷണൽ മീഡിയാസിനെ അവരുടെ ഡാറ്റ അനുസരിച്ചുള്ളതാണ്. ഒരിക്കലും ഇതൊരു നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തുള്ളതല്ല. അപ്പോൾ RPFന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത്. അപ്പൊ അത് ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ കൂടുക, ഈ ഒരു ചാനലിന്റെ ഭാഗമാവുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി മറ്റ് യൂണിഫോം പോസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫാമിലിന്റെ ഭാഗമായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾ എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്ര നേരത്തെ നിങ്ങൾക്ക് വേണ്ടി ഒരു ജോലി കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും നല്ലൊരു ജോലിയിലേക്ക് എത്താനും സാധിക്കട്ടെ. അടുത്ത RPF നിങ്ങൾക്കുള്ള ഒരു നല്ല അവസരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ലേണിംഗ്.